ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നൊന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറയാനില്ല, നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കൊന്നും അല്ല പോകുന്നത്. അതെ ഗൈസ്, നമ്മൾ പള്ളിയിൽ പോവുകയാണ്. എന്തിനാണെന്നറിയാവോ? ഇന്ന് കുമ്പസാരിക്കാനുള്ള സമയമാണ്. അപ്പൊ നമ്മൾ ഇന്ന് പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഹെയർ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തെ അപ്പൊ അങ്ങനെ തന്നെ ഞാൻ കെട്ടി. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക്കും പോയിട്ട് ലിപ് ബാം ഇടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം ലിപ് ബാം ഇട്ടു. അപ്പൊ പിന്നെയാണ് വിചാരിച്ചത് ലിപ്സ്റ്റിക് ഇടണോ എന്നൊന്ന് ആലോചിച്ചു. പക്ഷെ ലിപ്സ്റ്റിക് വേണ്ട, പള്ളിയിലോട്ടല്ലേ പോകുന്ന, ആരെയും കണ്ടാലോ മോശമല്ലേ. അപ്പൊ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഐലൈനർ എടുത്തു. ഐലൈനർ കൊണ്ടൊക്കെ നമുക്ക് കണ്ടെഴുതാം. അങ്ങനെ ഞാൻ സാധാരണ ഞാൻ രണ്ട് സൈഡിൽ ഐലൈനർ തന്നെ വെച്ചിട്ടാണ് എഴുതാറ്, താഴെ മേളിലും. പക്ഷെ ഇത് ഞാൻ മേളിൽ മാത്രമാണ് എഴുതിയുള്ളൂ. താഴത്തോട്ട് ഞാൻ കൺമഷി വെച്ചിട്ട് എഴുതാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. മേക്കപ്പ് ഇങ്ങനെ ഒരു വഴിക്കണ നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉൾ മനസ്സിൽ ഞാൻ എന്ത് കുമ്പസാരിക്കും എന്നായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. നമ്മളൊക്കെ എന്ത് കുമ്പസാരിക്കാനല്ലേ, നമ്മളൊക്കെ എന്ത് പാപം ചെയ്യാനായി, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാം. അപ്പൊ ഞാൻ മേളത്തെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ താഴത്തേക്ക് ഞാൻ കൺമഷി വെച്ചിട്ട് എഴുതാൻ പോകട്ടെ. അപ്പൊ അത് നല്ല കട്ടിക്ക് തന്നെ ഞാൻ അങ്ങോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. രണ്ട് വശത്ത് ഞാൻ അങ്ങോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും കുമ്പസാരിച്ചോ? ക്രിസ്ത്യാനികളോടാണ് കേട്ടോ, എല്ലാവരും കുമ്പസാരിച്ചോ? അപ്പൊ ഞാൻ രണ്ട് കണ്ണും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നേരത്തെ തന്നെ ഞാൻ ഐബ്രോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് എഴുതി. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ സുന്ദരിയായോ? അപ്പൊ ഞാൻ പോട്ടെ, ടാറ്റാ.